ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്ന് അൺബോക്സ് ചെയ്യുന്നത് സാംസങ്ങിൻ്റെ ഒരു 25 വാട്ടിൻ്റെ ഒരു അഡാപ്റ്ററാണ്. പക്ഷെ ഇത് ചാത്തനാണ്. നമുക്ക് ഇതിൻ്റെ കുറച്ച് സിനിമാറ്റിക് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടതിന് തിരിച്ചു തരാം. ഇതിൻ്റെ പാക്കേജിലും മറ്റ് കാര്യങ്ങളിലൊന്നും ഒരു കുഴപ്പമില്ല. കുറച്ച് പോലെ തന്നെയാണ്. സാംസങ് പവർ അഡാപ്റ്റർ 25 വാട്ട് ഒക്കെ ഉണ്ട്. പക്ഷേ ബാക്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അത് സാധനം ചൈനയാണ്. അത് എനിക്ക് 500 രൂപയ്ക്കാണ് ഈ സാധനം തന്നത്. മാർക്കറ്റിൽ ഓൺലൈനിൽ ഇതിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ ഒരു 1000-1500 ഉണ്ട് 25 വാട്ടിൻ്റെ സാംസങ്ങിൻ്റെ ഓർഡർ. പാക്കേജ് ഒക്കെ അടിപൊളിയാണ്. ഉണ്ട് ഇവർ എഴുതിയേക്കുന്നതിലൊക്കെ മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ്. പക്ഷേ ചൈനീസാണ് സാധനം. ഇങ്ങനെയും പറ്റിക്കാമെന്നുള്ള ഒരിത്. ശേഷം അൺബോക്സ് ചെയ്തിട്ട് ചാർജർ എങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്താ ലോക്കലാണെന്നോ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നോ തോന്നുന്നുണ്ടോ നോക്കാം. എൻ്റെ കയ്യിലുള്ളൊരു സാംസങ് ഫോൺ തന്നെയാണ് ഇത് നോക്കാം. ഓക്കെ ഗൈസ്, നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന്. ഇത് ഞാനും ഉപയോഗിക്കുന്ന അഡാപ്റ്റർ തന്നെയാണ്. ലോക്കലാണെന്നറിയാം, പക്ഷെ എന്നാലും ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യാൻ. നമ്മളൊക്കെ സാധാരണക്കാരനായി പോയില്ലേ. 1500 രൂപയ്ക്ക് കിട്ടുന്ന ചാർജറും ഈ ചാർജറും ഒരേ ഗുണം കാണിക്കുമ്പോൾ നമ്മൾ എന്തിനും 1500 രൂപയ്ക്ക് ചാർജർ വാങ്ങിക്കണം. അതാണ് ഈ മാർക്കറ്റിൻ്റെ വലിയ ഇത്. ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല, കാർഡൊന്നുമില്ല. നേരെ അഡാപ്റ്റർ കിട്ടുന്നു. സാംസങ് എന്നുണ്ട്. ഇതിൽ മാനുഫാക്ചറിങ് ഡേറ്റ്, വാട്ട്, സൂപ്പർ ഫാസ്റ്റ് ചാർജർ സാംസങ്ങിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. ഒരു Type-C പിന്നെ കുത്താനുള്ള ഒരു ബോക്സ് ഉണ്ട്. നമുക്ക് ഫോൺ വാങ്ങിക്കുമ്പോൾ ആകെ കിട്ടുന്ന ചാർജറാണ്. അതും Type-C ആണ്. Type-C to Type-C ആണ് ചാർജർ വരുന്നുണ്ട്. വേറെ ഒന്നുമില്ല. ഇതന്നെ കുഴപ്പമില്ല. വെയിറ്റൊക്കെ ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. ആരെങ്കിലും ചാത്തനാന്ന് പറഞ്ഞാൽ മാത്രമേ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലാക്കുള്ളൂ. എല്ലാത്തപ്പോഴും ഒറിജിനൽ ചാർജർ പോലെ തന്നെ ഉണ്ട്. പ്രീമിയം ലുക്കും കാര്യം വെയിറ്റൊക്കെ ഉണ്ട്. എനിക്കിടയ്ക്ക് തോന്നുന്നത് ഇത് ഒറിജിനലാണോ എന്ന്. പക്ഷേ എന്ത് ചെയ്യാൻ, എൻ്റെ 500 രൂപ വാങ്ങിച്ചോളൂ. അതൊന്നും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാ പറഞ്ഞത്. നമുക്കിത് ഫോണിൽ ചാർജ് ചെയ്ത് നോക്കാം. അതിനുശേഷം എങ്ങനെ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ചാർജ് ചെയ്യണ വീഡിയോ. ഹലോ ഗൈസ്, ഇത് എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന 2 ചാർജർ അഡാപ്റ്ററാണ്. കമ്പനിയാണ് 67 വാട്ടിൻ്റെ. നമ്മളിന്ന് പരിചയപ്പെട്ട സാംസങ് 25 വാട്ടിന്. ഇതെൻ്റെ സാംസങ് ഫോണാണ്. അതിൽ നമുക്ക് ഈ 2 അഡാപ്റ്ററും നമുക്ക് ചാർജ് നോക്കാം. അപ്പോൾ ഇതിൽ സൂപ്പർ ചാർജ് സാംസങ്ങിന് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇത് റെഡ്മിയുടെ ആയതുകൊണ്ട് 67 വാട്ടുണ്ടെങ്കിലും സൂപ്പർ ചാർജ് സപ്പോർട്ടാവില്ല. അപ്പോൾ ഈ വാങ്ങിച്ചിട്ടുള്ള ചൈനീസ് ആയിട്ടുള്ള ഈ ചാർജർ സാംസങ്ങിൻ്റെ ചാർജറെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന കാരണം ഇതൊരു സൂപ്പർ ചാർജർ എന്ന് പറഞ്ഞു വരും. പക്ഷേ ഇത് ഒറിജിനൽ ചാർജറല്ല. നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ ആദ്യം ഈ റെഡ്മിയുടെ ചാർജർ വെച്ചിട്ട് ഫോൺ കുത്തി വെച്ചിട്ട് കാണിച്ചു തരാം. എന്നിട്ട് പിന്നെ സാംസങ്ങിൻ്റെ ഈ ലോക്കലായിട്ടുള്ള ചാർജർ വെച്ചിട്ടുള്ളത് കൂടി ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ റെഡ്മിയുടെ ചാർജറാണ് കുത്തി വയ്ക്കുന്നത്. അതിൻ്റെ ചാർജ് ചെയ്യുമ്പോൾ എന്താ കാണിക്കണമെന്ന് നോക്കാം. ചാർജ് എന്ന് കാണിക്കുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് പറയുന്നുണ്ട്. ഇപ്പോൾ സൂപ്പർ ചാർജ് എന്ന് കാണിക്കണില്ല. പക്ഷെ ഇപ്പോൾ ടൈമും നോക്കി നോക്ക്. 50 മിനിറ്റ് ആവുന്നുണ്ട് ഫുൾ ചാർജ് ആവാൻ 62%. ഇനി നമുക്ക് സാംസങ്ങിൻ്റെ ചാർജറൊന്ന് കുത്തി നോക്കാം. ഇപ്പോൾ നമ്മൾ ചാർജ് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ കോപ്പി ആയിട്ടുള്ള ചാർജറിനാണ്. ഇത് സൂപ്പർ ചാർജ് സപ്പോർട്ടാവും. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ തന്നെ കാണാം. കണ്ടോ, നേരത്തെ ഫാസ്റ്റ് ചാർജ് എന്നായിരുന്നു പറയുമ്പോൾ സൂപ്പർ ചാർജായി. 50 മിനിറ്റ് എന്നുള്ളത് ഇപ്പോൾ 42 മിനിറ്റും ഉണ്ട്. വലിയ വ്യത്യാസമില്ല. എന്നാലും
ഇതാണ് ആ രണ്ട് ചാർജറും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. സാംസങ്ങിൻ്റെ കോപ്പി ആണെങ്കിലും ഇത് വർക്കാണ്. ഇനി ഇതിൻ്റെ ഒറിജിനൽ ഇതിനെക്കാട്ടിയും ഫാസ്റ്റ് ചാർജിൽ ചാർജ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൽ സൂപ്പർ ചാർജ് എന്ന് കാണിക്കുന്നുണ്ട്. ഇതിൽ 25 വാട്ടിൻ്റെയാണ് ഈ അഡാപ്റ്റർ. പക്ഷേ ഈ ഫോണിൽ 15 സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇത് എൻ്റെ 6 മാസത്തെ ഉപയോഗത്തിന് ശേഷമുള്ള റിവ്യൂ ആണ് പറയുന്നത്. ഞാൻ ഈ അഡാപ്റ്റർ വാങ്ങിച്ചിട്ട് ഇപ്പോൾ 6 മാസമായി. വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ചെറുതായിട്ടൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. അത് കഴിഞ്ഞാൽ എല്ലാ അഡാപ്റ്ററിനും ഉള്ളതാണോ എന്ന് അറിയില്ല.